പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 വലിയ പ്രത്യേകത സ്വഭാവങ്ങളായി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ആരായിരുന്നു പ്രവാചകൻ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 3 സ്വഭാവ ഗുണങ്ങളാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും. അല്ലാഹു പറഞ്ഞു, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരിക്കും. എന്നിട്ട് ആ പ്രവാചകന്റെ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി പറയാണ്, അസീസുൻ അലൈഹി മാ അൻതും. ആ പ്രവാചകൻ അനുയായികളായ നിങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ കഴിയാത്തവനാണ് എന്നാണ്. 2 പറഞ്ഞു, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനുമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് ആർദ്രതയും കാരുണ്യവും ഉള്ളവനാണെന്നാണ്. നോക്കൂ, ആരാണ് നബി എന്ന് എത്ര കൃത്യമായി പറഞ്ഞു. ഒന്ന് പറഞ്ഞത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ കഴിയാത്ത പ്രവാചകൻ എന്നാണ്. ഒരു നേതാവ് ആരായിരിക്കണമെന്നും അനുയായികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം പറയണം. ആ നേതാവിന് തന്റെ അനുയായികൾ പ്രയാസപ്പെടുന്നത് കാണാൻ കഴിയാത്തവനാണെന്നാണ്. എത്രയോ ഉദാഹരണങ്ങൾ ഖുർആൻ ഹദീസിൽ കാണാൻ കഴിയും. തന്റെ ഉമ്മത്ത് പ്രയാസപ്പെടരുത് എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഏറ്റെടുത്ത ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പൊ പല ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കാതിരുന്ന, നബി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ നബി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരുന്ന എന്താണോ, അത് നിങ്ങൾക്ക് നിർബന്ധമാകുമോ എന്ന ഭയം ഉള്ളത് കൊണ്ടാണെന്നാണ്. ആ നിർബന്ധമായാൽ നിങ്ങൾക്കത് പ്രയാസമാകും. ഇപ്പൊ ഞാൻ ഏതായാലും പ്രയാസപ്പെടുവാണ്, നിങ്ങളും അങ്ങനെ പ്രയാസപ്പെടുന്നല്ല. നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ പ്രവാചകന് സഹിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതാണ് പ്രവാചകൻ പല ഇബാദത്തും അങ്ങനെ ചെയ്തത്. 2, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ വിഷയത്തിൽ അതീവ തൽപരനാണെന്നാണ്. സ്വന്തം കാര്യം ചിന്താപ്പാന്നല്ല, നിങ്ങളുടെ കാര്യത്തിലാണ് പ്രവാചകന് താല്പര്യമുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുത്തൊരു ഗോൾഡൻ ചാൻസ് ഉണ്ടായി. എന്തും പ്രാർത്ഥിക്കും. ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്തും പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം കിട്ടും. അങ്ങനത്തെ എല്ലാ ചാൻസും എല്ലാ നബിമാരും കൊടുത്തു. എല്ലാ നബിമാരും ആ ചാൻസ് അവർ ഉപയോഗപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ആ ചാൻസ് ഉപയോഗപ്പെടുത്താതിരുന്നത്. നബി പറഞ്ഞു, ആ ചാൻസ് എനിക്ക് കിട്ടിയ അവസരം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ആർക്കാണ്? അത് എൻ്റെ ഉമ്മത്തിന് വേണ്ടി, പരലോകത്ത് ഞാൻ ശഫാഅത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, സ്വന്തം കിട്ടിയ ഒരു വലിയ ചാൻസ്, സുവർണ അവസരം തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, തൻ്റെ ഉമ്മത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോയ ഒരു പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളുടെ അങ്ങേറ്റം ആർദ്രതയും സ്നേഹവും കാരുണ്യവും ഉള്ളവനാണ് എന്നാണ്. ഇതിൽ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുക? ഇതാണ് പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ എന്നർത്ഥം. ഈ പ്രവാചകനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയുക? അപ്പൊ ഈ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മോടുള്ള സ്നേഹത്തിന്, നമ്മൾ അങ്ങോട്ടുള്ള സ്നേഹമാണ് അധികവും പറയുക. അവിടുന്ന് ഇങ്ങോട്ടുള്ള സ്നേഹത്തിന്റെ 3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളും ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് പ്രവാചകൻ നമ്മോട് ഖുർആൻ പറഞ്ഞ, നിങ്ങൾ ജീവനേക്കാളും സ്നേഹിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ അങ്ങനെയായിരുന്നു. നമ്മോടുള്ള ആ ബന്ധത്തിന്റെ ആഴമെന്ന് മനസ്സിലാക്കി പ്രവാചകന്റെ കൽപ്പനകളൊക്കെ ആ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.